ഞാൻ ഡോക്ടർ പുരുഷോത്തമൻ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 2 പകർച്ചവ്യാധികളാണ്. ഒന്ന്, വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ. രണ്ടാമത്, കൂടി വരുന്ന മുണ്ടിനീര് അല്ലെങ്കിൽ മംസ്. ഈ മേഖലയിൽ കുറച്ച് ആളുകൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ, അതിനുള്ള ഉത്തരങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ അത്രയേറെയൊന്നും മരണങ്ങളുണ്ടാക്കാതെ ഏതാനും ദിവസങ്ങൾ മാറിപ്പോകുന്ന ഒരസുഖമായിരുന്നതുകൊണ്ട് തന്നെ ദേശീയ പ്രതിരോധ പട്ടികയിൽ അത് ഇടം പിടിച്ചിരുന്നില്ല. അതിൻ്റെ വാക്സിൻ, അതിനെതിരെയുള്ള വാക്സിൻ ഫലപ്രദമായിട്ട് സ്വകാര്യ മേഖലയിൽ കുറേ നാളുകളായിട്ട് ഇവിടെയുണ്ട്. സുരക്ഷിതമാണ്, ഫലപ്രദമാണ്. പക്ഷേ വിലക്കൂടുതലുള്ള വാക്സിൻ ആയതുകൊണ്ട് സൗജന്യമായി സർക്കാരിന് പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടില്ല. അതുമാതിരി തൊണ്ണിവീക്കത്തിൻ്റെ വാക്സിൻ, MMR വാക്സിൻ 71 തൊട്ട് ഇവിടെയുള്ള വാക്സിനാണ്. തികച്ചും സുരക്ഷിതത്വം ഉള്ളൊരു വാക്സിനാണ്. കാലങ്ങളായി സ്വകാര്യ മേഖലയിൽ അതുണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ കീഴിലും കുറച്ച് കാലം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ. പക്ഷേ 2017 ഇങ്ങോട്ട് MR വാക്സിൻ കമ്പയിന് ശേഷം MR വാക്സിനാണ്. മംസിനെതിരെയുള്ള MMR ഇല്ല. MR വാക്സിൻ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് സ്വകാര്യ മേഖലയിൽ പോലും MMR വാക്സിൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. കാരണം കുറേയേറെ ആളുകൾ സ്വകാര്യ മേഖലയിൽ നിന്ന് കുറച്ചൊക്കെ ഗവൺമെൻറ് സെറ്റപ്പിലേക്ക് വാക്സിനേഷൻ്റെ മാറി. കാരണം മിക്ക വാക്സിനുകളും സർക്കാർ മേഖലയിലൂടെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ. പക്ഷേ അതിനൊരു പ്രശ്നം ഉണ്ടായത്, MR വാക്സിൻ 2 ഡോസ് കിട്ടി, പക്ഷേ MMR വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണം കുറച്ച് പുറകിലേക്ക് പോയി. അതാവണം പ്രധാന കാര്യം. ഇത്രയേറെ കേസുകൾ മുണ്ടിനീര് അത് ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്, ഇവിടെയുണ്ട്. ഏത് രോഗവും എണ്ണത്തിൽ കൂടുതൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിരോധം കുറഞ്ഞോ, അതോ ഈ രോഗാണുവിന് വല്ല മാറ്റം വന്നോ, മ്യൂട്ടേഷൻ സംഭവിച്ചോ, അത്തരത്തിലുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടൊരു ഉത്തരം ഹെപ്പറ്റൈറ്റിസ് എയുടെ വൈറസിൻ്റെ കാര്യത്തിലോ മംസ് വൈറസിൻ്റെ കാര്യത്തിലോ ജനിതകമായൊരു മാറ്റം വന്നതാണ് ഇത്രയേറെ കേസുകൾ കൂടാൻ കാരണമെന്ന് പ്രത്യേകിച്ചൊരു ഇതുവരെയുള്ള തെളിവില്ല. കൂടുതൽ പഠനങ്ങൾ ഈ മേഖലയിൽ വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിയുന്നത്രയും ഇത് തടയാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഭക്ഷണത്തിലും വെള്ളത്തിലും ശുചിത്വം നമ്മൾ പാലിക്കണം. അത് കൊടുക്കപ്പെടുന്നുണ്ട്, നമ്മൾ സംവിധാനം ഉറപ്പാക്കണം. പക്ഷേ എന്നിട്ടും എണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ പലപ്പോഴും മരണങ്ങൾ തന്നെ സംഭവിക്കുമ്പോൾ, ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിൽ കൂടുതൽ ഗൗരവതരത്തിലുള്ള അവസ്ഥയിലേക്ക് പോവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഏതാണ്ട് 90ഓളം മരണങ്ങൾ കേരളത്തിൽ ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ട് മാത്രം ഉണ്ടായി. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മംസിൻ്റെ എണ്ണം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത എണ്ണത്തിലേക്ക് ഏതാണ്ട് 70,000-ഓളം കേസുകൾ ഉണ്ടായി. സാധാരണയായിട്ട് മംസ് വലിയ അത്യാഹിതങ്ങളും മരണങ്ങളും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ദേശീയ പ്രതിരോധ പട്ടികയിൽ പെടാതെ പോയതും. എങ്കിലും അത് തീരെ അങ്ങനെ നമ്മൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടുന്നൊരു കാര്യമല്ല. പല അവയവ വ്യവസ്ഥകളെയും അത് ബാധിക്കുന്നുണ്ട്. കേൾവിക്കുറവ്, അക്വയർഡ് ആയിട്ടുള്ള കേൾവിക്കുറവിൻ്റെ 25% മംസ് കൊണ്ടാണ്, വൈറസ് കൊണ്ടാണ്. ഒരു വശത്ത് കേൾവിയൊക്കെ ഇല്ലാണ്ടായി പോകുന്ന, നേരത്തെ കേൾവിയുള്ള കുട്ടികൾക്ക് ഇല്ലാണ്ടായി പോകുന്ന. അതുമാതിരി പലപ്പോഴും ടെസ്റ്റിസിനെയും ഓവറീനെയൊക്കെ ബാധിക്കുന്നു, പാങ്ക്രിയാസിനെ ബാധിക്കുന്നു, എൻസെഫലൈറ്റിസ്, സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാവാറുണ്ട്. അത്രയേറെ മരണങ്ങൾ മംസ് കൊണ്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഏതൊരു വാക്സിൻ്റെയും പ്രസക്തി എവിടെയാണ്? മരണങ്ങൾ ഉണ്ടാക്കുന്നത് കുറവാണെങ്കിൽ പോലും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. എണ്ണത്തിൽ കൂടുതൽ വരുമ്പോഴും ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് മുമ്പിലെങ്ങും ഇല്ലാത്ത രീതിയിൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകും. വാക്സിൻ പ്രസക്തി കൂടുകയാണ്. അപ്പോൾ പറയാനുള്ളത്, സർക്കാരിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ UIP-യിൽ ഷെഡ്യൂളിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ ഒരു വശത്ത് നടക്കട്ടെ. പക്ഷെ അത് പെട്ടെന്ന് നടക്കില്ല. നമ്മൾക്കിപ്പം ചെയ്യാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും സുരക്ഷിതമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള വാക്സിനുകളാണ് ഇതിനുള്ള ഉത്തരം.
കഴിയുന്നതും MMR വാക്സിൻ എടുക്കണം, കഴിയുന്നതും ഹെപ്പറ്റൈറ്റിസിൻ്റെ എയുടെ വാക്സിനും എടുക്കേണ്ടതുണ്ട്. 2000 രൂപയാണ് ഒരു ഡോസ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിന്. മംസിൻ്റെ MMRൻ്റെ വാക്സിന് 600 രൂപയോളമാണ്. അപ്പം എടുക്കാത്ത ആൾക്കാർ ആണ്, മംസിൻ്റെ വാക്സിൻ എടുക്കാത്ത ആൾക്കാർ 3 മാസം ഇടവിട്ടിട്ട് 2 ഡോസ് എടുക്കുക. വളരെ പ്രായം അഡോളസൻസൊക്കെയാണ് 3 മാസത്തിൻ്റെ ഗ്യാപ്പ് വേണ്ട, 28 ദിവസത്തെ ഗ്യാപ്പിന് 2 ഡോസ് എടുക്കാം. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്, എൻ്റെ കുഞ്ഞ് MR വാക്സിനാണ് എടുത്തത്, 10 മാസത്തിലെടുത്തു, 1.5 വയസ്സിലെടുത്തു കഴിഞ്ഞു, ഇനി സാറ് പറയുന്നു മംസിൻ്റെ പ്രൊട്ടക്ഷൻ അതിനില്ല, അപ്പോൾ മംസിനുള്ള വാക്സിൻ അടങ്ങി MMR കൊടുക്കണമെന്ന് പറയുന്നു, 2 ഡോസ് കൊടുക്കണമെന്ന് പറയുന്നു. 2 ഡോസ് കൊടുക്കുമ്പോൾ നമ്മൾ മീസിൽസും റുബല്ലക്കും എതിരെയുള്ള വാക്സിൻ 4 തവണ കൊടുക്കപ്പെടില്ലേ? അത് കൂടുതൽ കുഴപ്പമായി പോകുമോ? ഇല്ല, അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നേരത്തെ MR വാക്സിൻ 2 എണ്ണം സ്വീകരിച്ചവർക്കും മംസിനെതിരെയുള്ള MMR വാക്സിൻ സ്വീകരിക്കാം. 1 അല്ല 2 തന്നെ. 2 തന്നെയാകുമ്പോഴാണ് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഒരു ഡോസിന് ഏതാണ്ട് 74%, 2 ഡോസ് ആകുമ്പോൾ 85% സുരക്ഷിതത്വം കിട്ടുന്നുണ്ട്. അത് മീസിൽസിനെയും അല്ലെങ്കിൽ റുബലേനെയും അപേക്ഷിച്ച് അധിക കാലം നീണ്ടു നിൽക്കുന്നുണ്ട്. പ്രതിരോധം കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ എൻട്രീൻ്റെ അകത്തും അഡോളസെൻ്റ് 15 വയസ്സാകുമ്പോഴും ഓരോ ഡോസും കൂടി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പ്രായമുള്ളവരിലും ഈ കേസ് കൂടി വരുന്നു എന്ന് കാണുന്നു. പ്രായമുള്ളവർക്കും MMR 2 ഡോസ് എടുക്കുന്നത് നന്നായിരിക്കും.